ഞാൻ വിചാരിച്ചു എന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് ഭക്തപ്രിയ വിശേഷങ്ങൾ? ഞാൻ അക്ഷയ പോയിരുന്നു മറ്റേ PSC ചെയ്യാനായിട്ട്. പക്ഷെ അന്നത്തെ ദിവസം എന്തോ ഇമെയിൽ OTP ഒന്നും വന്നില്ലെന്നൊക്കെ പറഞ്ഞ് അവര് വിട്ട്. നെഗറ്റീവ് ആണല്ലോ അല്ലേ? പിന്നെ അന്ന് ഫോട്ടോ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുത്ത് വരാൻ പറഞ്ഞു. അപ്പൊ നാളെ പോണം. നാളെ പോയി ശരിയായി. ഏതായാലും നമ്മുടെ വിജയദശമിക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിരുന്നു. അതെന്നാണ്? ഈ മാസം അവസാനം? ഈ മാസമല്ല, അടുത്ത മാസം 1-ാം തീയതി 2-ാം തീയതിയാണ് വിജയദശമി. അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിക്കോട്ടെ. പിന്നെ വേറെന്താണ് വിശേഷം? എന്താണ് ഈ മാസം അവസാനം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പരീക്ഷ? യെസ്, ഇംഗ്ലീഷിന് പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഭക്തപ്രിയക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നെ. പരീക്ഷ ഇല്ല അതിന്റെ, പക്ഷെ മറ്റേ മീനിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പരീക്ഷക്ക്. ഇങ്ങനെ മീനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന്റെ. ഇംഗ്ലീഷ് പരീക്ഷയില്ല. ഇംഗ്ലീഷ് പരീക്ഷയില്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് ടെൻഷൻപ്പെട്ടു. മതി, നമുക്ക് ഭാവിയിലേക്കും പലപ്പോഴും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് മാത്രം. പക്ഷെ പരീക്ഷയില്ല. ഞാനൊരു 12 മണി കഴിഞ്ഞ് 12 മണിക്ക് എങ്കിലും ഭക്തപ്രിയ വരുമെന്ന് എനിക്കറിയാം. അപ്പൊ നോക്കിയിരുന്നത് 12 ആയി. വന്നില്ലേ വിചാരിച്ചു. ഇന്ന് ആരും വന്നില്ല, എല്ലാവരും ഇന്ന് ഗുഡ് ബൈ പറഞ്ഞു. ആരെയും നിർബന്ധിക്കുന്നില്ല, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇരുന്നാ പഠിപ്പിക്കും. നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. പരീക്ഷ 3 പ്രാവശ്യം എഴുതണമെന്ന് പറഞ്ഞില്ലായിരുന്നു അവര് PSC? PSCയുടെ പരീക്ഷ എഴുതാൻ കാര്യം പറഞ്ഞപ്പോ സാർ പറഞ്ഞില്ലായിരുന്നു LDC? അതെങ്ങനെയായിരുന്നു? 2-3 പ്രാവശ്യം എഴുതണമെന്ന്? 2-3 പ്രാവശ്യമല്ല, അത് 1 പ്രാവശ്യം എഴുതിയാൽ മതി. അതിന് ഒറ്റ പരീക്ഷ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷ ഉണ്ടായുള്ളൂ. അത് മുമ്പത്തെ പ്രാവശ്യം എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പ്രിലിമിനറി എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം മെയിൻ എക്സാമിനേഷൻ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രിലിമിനറി പെട്ടെന്ന് വെച്ചു, നേരിട്ട് മെയിൻ എക്സാമിനേഷൻ ആയിരുന്നു. അപ്പൊ മിക്കവാറും അടുത്ത പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും, നേരിട്ട് മെയിൻ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പൊ നേരിട്ടുള്ള മെയിൻ എക്സാമിനേഷനിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നുള്ളതാണ് ഭക്തപ്രിയക്ക് ഞാൻ തരുന്ന ടാസ്ക്. അല്ല സാർ, അപ്പൊ നമുക്ക് എത്ര മാസം കിട്ടും പഠിക്കാൻ? അതിന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാല് 8 മാസം 9 മാസമൊക്കെ ഉണ്ടാവും. അത് അന്ന് വരെ നോക്കി നിൽക്കണമെന്നില്ല, ഇപ്പഴേ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പഴേ പഠിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഒരു 10 GK വെച്ച് പഠിച്ചുകൊണ്ടിരിക്കും. 10 വെച്ച് പഠിച്ചാൽ മതി. ഇപ്പഴേ തുടങ്ങി പഠിച്ചു പോയാൽ പരീക്ഷ വരുമ്പോഴും ഭക്തപ്രിയക്ക് എല്ലാം കയ്യിലുണ്ടാവും. പിന്നെ ടെൻഷൻ അടിക്കാതെ പോയി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ ഭാഗത്ത് വരാം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് പഠിച്ചു നടക്കാം. 10-50,000 രൂപ മാസം ശമ്പളം കിട്ടിയാൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ ഒരു ഭാഗ്യല്ലേ? 40,000 രൂപ പോലെ എങ്ങനെയും കിട്ടും. അപ്പൊ അത്രയും പൈസ മാസം വാങ്ങിക്കുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ പറയാം, എനിക്ക് അത്രയും കാശ് വേണ്ടേ എന്ന അഭിപ്രായം എനിക്ക് പറയണം. പോന്നത് പോകട്ടെ അല്ലേ?
ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ ഭക്തപ്രിയയുടെ കല്യാണം കഴിക്കാൻ വരുന്ന പ്രൊപ്പോസലൊക്കെ നല്ല നല്ല കേസുകളൊക്കെ ഇരിക്കും. നമുക്ക് പിന്നെ ഭക്തപ്രിയ കയറി ചിലരുടെ വീട്ടില് വേറെ ആർക്കുമില്ല ജോലി, ഭക്തപ്രിയക്ക് മാത്രം കല്യാണം കഴിഞ്ഞ് വന്നവര് ജോലി ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള വെയിറ്റ് ഭയങ്കരമായിരിക്കും. ഒരു 50 ലക്ഷം രൂപ സ്ത്രീധനവുമായിട്ട് ഒരു വീട്ടിൽ കയറി ചെല്ലുന്നതിനേക്കാൾ വിലയുണ്ടാവും ഒരു ജോലിയുള്ള ഒരു പെണ്ണങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ. മനസ്സിലായ? പിന്നെ അമ്മായിയപ്പൻ അമ്മായിയമ്മ നാത്തൂൻസിന്റെ ഒരു പ്രശ്നമില്ല. കാരണം രാവിലെ 8 മണിയാകുമ്പോ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകുന്നു. പിന്നെ വരുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. അല്ല ഞാൻ പക്ഷെ അങ്ങനത്തെ ജോലിയല്ല നോക്കണത്. അല്ല ഞാൻ നോക്കണ ജോലി പക്ഷെ രാത്രി വരാൻ പറ്റുമോന്ന് അറിയില്ല. അത് ഏത് ജോലിയാണ്? പോലീസോ? ഇതൊക്കെ നമുക്ക് പോകുന്നേ. ഒരെണ്ണത്തിൽ നമുക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി. എനിക്ക് 4 ജോലി കിട്ടിയിട്ടുണ്ട്. PSC 4 ജോലി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നുവെച്ചാല് സമയം ആദ്യത്തെ കിട്ടാൻ, ആദ്യത്തെ കിട്ടിക്കഴിഞ്ഞപ്പോ തുടരെ തുടരെ കുറേക്ക് 3 ജോലി വരും. അങ്ങനെ മൊത്തം 4 കിട്ടിയത്. അല്ല പക്ഷെ നമുക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ, അതിനുള്ളിൽ എങ്ങനെയെങ്കിലും കയറണ്ടേ? യെസ്, ഒന്നും പഠിക്കില്ല. ഡോണ്ട് വറി, ബി ഹാപ്പി. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ. ഇതൊക്കെ ചെറിയ കുട്ടികളല്ലേ, നിങ്ങളുടെ മുന്നിലെ അവസരങ്ങൾ ധാരാളം കിടക്കില്ല. ഇതിനെ പിടിക്കണം. അത് ശരിയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി കിട്ടാന്ന് ചോദിച്ചാൽ അതൊരു ഭാഗ്യമല്ലേ? അത് ശരിയാണ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒരു 30 വയസ്സ് എന്നൊക്കെ പറഞ്ഞാല് ആൺകുട്ടികളെ സംബന്ധിച്ച് അതൊരു പ്രായമല്ല. അപ്പോ 30 വയസ്സ് പെൺകുട്ടികൾ പ്രായമൊന്നുമല്ല, എന്നാലും ആ പ്രായത്തിൽ നമ്മുടെ കയ്യിൽ ജോലി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. 30 അല്ല 40 വയസ്സായാലും നമ്മുടെ കുറെ ആളും ഒക്കെ. നേരെ മറിച്ച് നമുക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ 30 വയസ്സിലെത്തി നിൽക്കുമ്പോ ചെറിയൊരു പ്രോബ്ലമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ മാസം ഒരു 2500 ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 40 മാസം ഒരു 2500 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആ 2500 അപ്പുറത്ത് 2 പൂജ്യം കൂടി ചേർന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. 2500 ഞാൻ ഇപ്പോഴും ഓർക്കുന്ന സംഭവം പറയാം. ഞാൻ പണ്ട് 10-35 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ പുരുഷൊക്കെ എടുക്കുമ്പോൾ എനിക്ക് മാസം കിട്ടിയിരുന്നത് 40 രൂപയാണ്. 40 രൂപ പുരുഷനെടുക്കുന്നതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ 40 എന്നുള്ളത്, അന്ന് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പൊ ക്യാൻറ്റീനിൽ പോകുമ്പോ ചായ കുടിക്കാനൊക്കെ തികയണില്ല. അന്ന് ഒരു കടിക്ക് ഏതാണ്ട് 50 പൈസ 80 പൈസ പോണ സമയമുണ്ട്. അപ്പൊ തികയണില്ല. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ട്. 40 എന്നുള്ളത് 50 ആയി കിട്ടിയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചു. 50 ആയി കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ വിചാരിച്ചു ഒരു 100 ആയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചു. പിന്നെ 50 100 200 175 500 1000 ഇങ്ങനെ കയറി വന്നു. പക്ഷെ ഓരോ പ്രാവശ്യം കയറി കഴിയുമ്പോഴും മനുഷ്യന്റെ ആഗ്രഹങ്ങളല്ലേ, കുറച്ചു നാളെ എന്നോട് സന്തോഷമായിരിക്കും. പിന്നെ വിചാരിക്കുമ്പോ ഇത് കുറവാണ്, കുറച്ചുകൂടി കൂടുതൽ കിട്ടിയെങ്കിൽ നമ്മൾ ചിന്തിക്കും. മനസ്സിലായോ? Once of a man and the waves at the sea never end. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയില് മന്നാടെ പാട്ടിയ പാട്ടിന്റെ വഴിയാണ്. കടലിലെ ഓളവും കരളിലെ മോഹവും ഒരിക്കലും ശമിക്കുകയില്ല. ശരിയല്ലേ? Once of a man and the waves at the sea never end. ഒരിക്കലും അവസാനിക്കില്ല. ഒന്ന് മാറുമ്പോ ഒന്ന് രീതിയിൽ വന്നുകൊണ്ടേ മാറിക്കൊണ്ടേയിരിക്കും. മറ്റു വിശേഷങ്ങൾ പറയൂ. ഹോട്ടലിലെ വർക്കൊക്കെ കഴിഞ്ഞാ? എന്താണ് സാർ? ഹോട്ടലിലെ പണിയൊക്കെ കഴിഞ്ഞാ?
ഹോട്ടലില് പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇനി ഉച്ചക്ക് ഒരു ഓട്ടോ ഉണ്ട്. അടുത്ത് തന്നെയല്ലേ? ആ, വീടിന്റെ മുകളില്. കുഴപ്പമില്ല. കുഴപ്പമില്ല, പക്ഷേ തിരക്കെപ്പോ ഓരോന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇന്നാണെങ്കിൽ ഒരു വെള്ളം ഇറക്കലുണ്ട് ഇവിടെ വർക്ക്ഷോപ്പില്. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഫുഡ് റെഡിയല്ലേ? ആ, ഫുഡ് ഒരു 12 ആകുമ്പോ റെഡിയാവും. എന്നാലും 1 മണി തൊട്ട് ആൾക്കാർ വരാൻ തുടങ്ങും. എല്ലാരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ. ബാക്കി വരുമോ? എന്താണ്? ബാക്കി വരാറുണ്ടോ? ബാക്കി വരാറില്ല. നമുക്കും കൂടി കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കണം. അപ്പൊ കറക്റ്റ് നമുക്കും കൂടി കറക്റ്റ് ആവും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഭക്തപ്പയുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അച്ഛനും അമ്മയും? അച്ഛൻ, അമ്മ, അനിയൻ, അപ്പാപ്പൻ, അമ്മാമ്മ. യെസ്. അപ്പാപ്പൻ എന്ന് പറഞ്ഞാല് വിജയം ചേട്ടൻ അല്ലേ? യെസ്, ഞാൻ അന്ന് പറഞ്ഞ ആ വാക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. വിജയൻ ചേട്ടന്റെ കട എന്ന് ചോദിച്ചാൽ മതി സാറേ എന്ന് പറഞ്ഞ് ഓർക്കണ്ട്. കമ്പനി പിടിയിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. പിന്നെ പുതുവൈപ്പിൽ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ചോദിച്ചാൽ മതി. കമ്പനി പിടിയിൽ വന്ന് ചോദിച്ചാലും പിന്നെ പുതുവായി ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ചോദിച്ചാലും അറിയാൻ പറ്റും. യെസ്, ഒരിക്കൽ ഞാൻ വഴി വരും, നിങ്ങളുടെ കടയിൽ കയറി ചായ കുടിക്കും, തിരിച്ചു പോകും. അത് കഴിഞ്ഞാൽ 10 പേര് വിളിക്കും, ഞാൻ വന്നിരുന്നു എന്ന് പറയും. ഞാനിവിടെ തന്നെ ഉണ്ടാവും. മുകളിലുണ്ടാവാല്ലോ. അപ്പൊ സാറിനെ കാണാലോ വന്നാല്. എനിക്ക് കാണുമ്പോ അറിയാലോ, എനിക്ക് ഭക്തപ്രിയനെ കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഭക്തപ്രിയ മേക്കപ്പ് ഇടാണ്ട് വന്നതിന്റെ പേരില് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അല്ല സാർ, എന്തായാലും നമ്മളെ മറ്റേ സെറിമണി എന്താണ് ഗ്രാജുവേഷൻ സെറിമണിയിൽ കാണുമല്ലോ, സാറുണ്ടാവൂലോ അവിടെ? പിന്നെ നിങ്ങളുടെ സെറിമണിക്കാൻ വരാം. ഭക്തപ്രിയ അപ്പൊ വരുമ്പോ എന്നെ ഒന്ന് കണ്ടാൽ മതി. സാറേ, ഞാനാണ് ഭക്തപ്രിയ എന്ന് പറഞ്ഞത്. ഉറപ്പായിട്ടും കാണും, എല്ലാരെയും കാണണം. യെസ്, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് ഇത്. അത് ഞാൻ പഠിപ്പിച്ച ക്ലാസ് ആയിരുന്നില്ല, വേറെ ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. എന്നാലും പിന്നെ ആ ടീച്ചർക്ക് ശാരീരികമായിട്ട് അസുഖം ഇല്ലാത്തതുകൊണ്ട് ഒരു വെൽക്കം സ്പീച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ. അടുത്ത ശനിയാഴ്ച മോണ്ടിസോറിയിലെ കുട്ടികളുടെ പരിപാടിയാണ്. കോൺവെക്കേഷൻ സെറിമണി അടുത്ത ശനിയാഴ്ച. ഞങ്ങളുടെയൊക്കെ മിക്ക റിസൾട്ട് ഒക്കെ അപ്പൊ തന്നെ വരുമോ, അല്ലെങ്കിൽ കുറെ ടൈം എടുക്കും? പരീക്ഷ എഴുതി കഴിഞ്ഞാല് വൈകുന്നേരം റിസൾട്ട് വരും. പക്ഷേ അതിന്റെ സർട്ടിഫിക്കറ്റ് അടിച്ചെടുക്കാനാണ് അവരുടെ അസോസിയേഷൻ അടിച്ചൊക്കെ വേണ്ട. അതിന് മാത്രമേ കുറച്ച് ഡിലേ വേണം. ഇത് ഭക്തപ്രിയൊന്നും കുഴപ്പമില്ല. പുതുവൈപ്പിന്റെ ബസ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പറവൂർ സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ചെയ്യുന്നവരൊക്കെ അവിടെ പയ്യൊന്ന് നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് ഈഴവ സമാജത്തിന്റെ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലായിട്ട് ബിൽഡിംഗ്. പിന്നെ സാർ പറഞ്ഞായിരുന്നു ഈ PSC കോച്ചിങ്ങിന്റെ, അത് എവിടെയായിരുന്നു? ഏത് സ്ഥലമാണ്? ഏത് കോച്ചിങ് സെന്ററാണ്? ലക്ഷ്യ പറവൂര്. പറവൂര് നമ്പൂരിച്ചിന്റെ ആലില്ലേ, ആലിന്റെ അരികത്ത്. ആലിന്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ശാന്തി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റൂട്ടുണ്ട്. ശാന്തി ഹോസ്പിറ്റൽ. അപ്പൊ ആ റൂട്ട് അത് കയറിച്ചിരുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്റെ മക്കളൊക്കെ പഠിച്ച അവിടെയാണ്. ഇപ്പൊ രണ്ടാമത്തെ മകള് HDCയുടെ കോച്ചിങ് ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നത്. അത് നമ്മുടെ കണ്ണംകുളങ്ങര അമ്പലമില്ലേ, ആ അമ്പലത്തിന്റെ അടുത്ത്. ആ കണ്ണംകുളങ്ങര അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നേരെ പോകുന്ന വഴിയില്ലേ, ആ വഴി വന്ന വഴി ഹോമാണ്. അവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ വന്നാൽ എന്റെ നാടായി. വിജയൻ മെമ്മോറിയൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അവിടെ അല്ലേ? യെസ്. ഇപ്പോ 15 കഴിഞ്ഞല്ല, ഇനി അടുത്തത് കഴിയാൻ പോണ നിങ്ങളുടെ 16. ക്ലാസ് കഴിയാൻ പോണതേ 15 കഴിഞ്ഞു.
ഇനി നിങ്ങൾ 16 കഴിയണം. ഓ ഞങ്ങളുടെ ബാച്ച്. യെസ്. പിന്നെ വേറെന്താണ് വിശേഷം? വേറെന്താണ് വിശേഷം? സാറിന്റെ വിശേഷം പറയും. എനിക്ക് പ്രത്യേകിച്ച് എന്താ വിശേഷം? രാവിലെ വരുന്നു, ക്ലാസ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. വീട്ടിൽ രാവിലെ വരുന്നു, ക്ലാസ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഭക്തപ്രിയക്ക് കലാപരമായിട്ട് എന്തെങ്കിലും ഫീൽഡിനോട് താല്പര്യമുണ്ട്? കലാപരമായി പറയുമ്പോ ഡാൻസ് ഇഷ്ടമാണ്. ഡാൻസ് ഇഷ്ടമാണ്. പിന്നെ പാട്ട്? പിന്നെ പാട്ട് കേൾക്കും. പിന്നെ ബുക്ക് വായിക്കും. അഭിനയം? അഭിനയം അറിയില്ല, പക്ഷെ ബുക്ക് വായിക്കും. ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അഭിനയം അറിയില്ല അല്ലേ? മൊണാക്ട്, മിമിക്രി? മൊണാക്ട്, മിമിക്രി ഒന്നും അറിയില്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാലും വായനാശീലം നല്ലതല്ലേ? ഓ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കാര്യമല്ലേ വായനാശീലം? നല്ലതല്ലേ? വായനാശീലത്തിൽ നിന്ന് ആളുകള് മൊബൈല് തോണ്ടുന്ന ശീലത്തിലോട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അതിനിടയ്ക്ക് വായനാശീലം ഉണ്ടെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ? അപ്പോ ബക്കറിയ വീണ്ടും വരിക. അടുത്ത ക്ലാസ്സിലും വീണ്ടും നമുക്ക് കാണാം. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഓക്കെ? അപ്പൊ 27 ആയി. ഓക്കെ, we will meet next time. Bye. Thank you, sir.